ഇന്നൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓറഞ്ച് കേക്ക്. ഓറഞ്ചിൻ്റെ തൊലി പോലും കളയാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ആ തൊലിയുടെ കയ്പ്പ് രുചിയൊന്നും നമുക്ക് ഈ ഒരു കേക്കിന് അറിയാൻ പറ്റില്ല. അതുപോലെ നല്ലൊരു ഫ്ലേവറും, അതായത് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറില്ലേ, അത് നല്ലതുപോലെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ എസൻസ് ഒന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ, എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ച് എടുക്കാൻ ശ്രദ്ധിക്കണേ. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പാർട്സ്, വൈറ്റ് പാർട്സില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യണം. അതുപോലെ അതിൻ്റെ സീഡ്സും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ കയ്പ്പ് ഉണ്ടാവും കേക്കിന്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ആ വൈറ്റ് കളറുള്ളതൊക്കെ റിമൂവ് ചെയ്തെടുക്കുക. ഇതുപോലെ ഈസിയാണ്, പണിയൊന്നുമില്ല. കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗമില്ല, ഇതെടുക്കാണ്ടിരിക്കലാണ് നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ചെറിയ സീഡ്സൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് പാർട്സൊക്കെ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കയ്പ്പടിക്കുമെന്ന്. പക്ഷേ ഒട്ടും കയ്പ്പില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. അതായത് ആ ഓറഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവറില്ലേ, അത് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കണമെന്നില്ല, നമുക്ക് വലിയ പീസോടെ തന്നെ ഇടുകയും ചെയ്യാം. പക്ഷേ ഇങ്ങനെയാക്കുമ്പോൾ നമുക്ക് ആ സീഡ്സൊക്കെ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചെറിയ പീസാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ അല്ലാതെ തന്നെ ഈ ഓറഞ്ചിൻ്റെ നല്ലൊരു കളർ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതൊരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണാണ്. ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് അരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അത് ഞാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ച്, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഒരു 3 പ്രാവശ്യമൊക്കെ കുറേശ്ശെ അരിച്ചിട്ട് ചേർത്ത് ഇങ്ങനെ ഇതുപോലെ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും. ഞാനിപ്പോൾ ഇതാ 2ാമത്തെ തവണയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും മെല്ലെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഓവർ മിക്സ് ചെയ്യരുത്, നമ്മുടെ കേക്ക് നന്നാവില്ല. അത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ 3ാമത്തേതാ ഇത്രയും ബാക്കിയുണ്ട്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ കേക്ക് പാന് വെക്കാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതൊരു 10 മിനിറ്റ് കുറഞ്ഞത് പ്രീഹീറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രം ഞാൻ 15 മിനിറ്റോളമായി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. കുറച്ച് ഉപ്പ് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അതായത് ഫുൾ ഫ്ലെയിം ലോ ആക്കരുത്, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റെങ്കിലും വെക്കുക. 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും. ഞാനിപ്പോൾ എൻ്റെതും ഇപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ടീ കേക്ക് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത് കൊടുക്കുക. ക്രീമോ ബട്ടർ ക്രീമോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് സാധാ ടീ കേക്കൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റും.
ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടീ കേക്കില്ലേ, അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇല്ലേ, അതുപോലെ തന്നെ കിട്ടും ഇത്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഓവണോ ബീറ്ററോ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.